ആരായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, സാധാ പൊതു ജനങ്ങൾ ആയിക്കോട്ടെ, ഒരു പൗരനല്ലേ ഞങ്ങള്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നല്ല ഇവിടെ പ്രധാനം. ഒരു പൗരനോട് ചെയ്ത ഒരു ധിക്കാരപരമായ നടപടിയാണ് അയാൾ സ്വീകരിച്ചത്. അങ്ങനെ ഒരു CIയുടെ ധിക്കാരത്തിന് മുന്നിൽ മുട്ടിമടക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. മങ്കട മണ്ഡലത്തിലെ തിരൂർക്കാട് വോട്ടെടുപ്പ് ദിവസത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മങ്കട പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ, DCC എക്സിക്യൂട്ടീവ് അംഗം KS അനീഷ്, കൂടാതെ അബൂ താഹിർ തങ്ങൾ തുടങ്ങിയ എല്ലാവരും ഉണ്ട്. നമുക്ക് ഇവരോട് എന്താണ് സംഭവിച്ചത്, ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ എന്താണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രതികരണം, പോലീസുകാരുടെ? ഇന്നലെ LDFന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സ്ത്രീകളോടും ഞങ്ങളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് വളരെ മാന്യമായി നല്ല രീതിയിൽ തീർന്ന് ഞങ്ങളുടെ നാടിന്റെ സൗഹാർദ്ദം തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അത് സ്ത്രീകളോട് മോശമായി പരാതി പറയാൻ വന്നത് ഇന്നലെ രാത്രി ഇവിടെ SI ഇവരൊക്കെ നല്ല രീതിയിൽ വളരെ മാന്യമായിട്ടാണ് ഇവിടെ പെരുമാറിയത്. ഇന്ന് CI, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ടാണ്, ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. മിണ്ടരുത് എന്നൊക്കെയാണ് സംസാരിച്ചത്. അത് CI ആരതോ തിട്ടൂരം മേടിച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. മുൻവിധിയോട് കൂടിയാണ് CI പറഞ്ഞത് തിരൂർക്കാടുകാരെ വിടില്ല എന്നൊക്കെ. അതൊക്കെ അയാൾക്കൊരു തോന്നലാക്കാണ്. തിരൂർക്കാടുകാരൊന്നും അയാളൊരു ചുക്കും ചെയ്യില്ല. അത് അയാൾക്ക് വെറും തോന്നലാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പോലീസ് സ്റ്റേഷനും ഇതൊക്കെ ഇന്നും ഇന്നലെയും കാണൽ നടത്തിയതല്ല. ഞങ്ങൾ അങ്ങനെ ഒരു അക്രമത്തിന്റെ സ്വഭാവം ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ ഇന്ന് ഇവിടെ ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മങ്കട സ്റ്റേഷൻ ഉണ്ടായത് മുതൽ ഞങ്ങൾ സഹകരിക്കുന്ന ആളുകളാണ്. പല വിഷയങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഉണ്ടായത് വളരെ മോശമായ പെരുമാറ്റമാണ്. അത് ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകും. ഇല്ല, മങ്കട പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. എല്ലാ പോലീസുകാരും അതുപോലെ തന്നെ CI ആയിക്കോട്ടെ ഇവിടെ എല്ലാവരുമായിട്ട് സൗഹാർദ്ദമായിട്ട് പോകുന്ന പോലീസ് സ്റ്റേഷൻ. പിന്നെ എന്താ ഇങ്ങനെ ഒരു സംഭവം എന്ന് മനസ്സിലാവുന്നു? ഇവിടെ ഇരുന്ന CIമാരും ഇവിടെ ഇരുന്ന പോലീസുകാരൊക്കെ ഞങ്ങളോടൊക്കെ എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന, മിന്നാന്ന് പെരുന്തൽമണ്ണ CI അടക്കമുള്ളവർ ഞങ്ങളോട് വലിയ രീതിയിൽ നല്ല ബന്ധം നിലനിർത്തുന്ന ആളുകൾ, പൊതുപ്രവർത്തകർക്ക്. ഇയാളുടെ പെരുമാറ്റം ഞങ്ങള് പോലീസ് സ്റ്റേഷൻ ആദ്യം ഞങ്ങളെ പേടിപ്പിക്കുക, അതൊക്കെ ഒരു തോന്നലാണ്. പേടിപ്പിച്ച അങ്ങനെ പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്നാൽ ഞങ്ങൾ ഈ പണിക്ക് നിൽക്കൂലല്ലോ, ഷൗട്ട് ചെയ്ത് സംസാരിച്ചതാണ്. പിന്നെ ഒരു സ്റ്റേഷനിൽ ഞങ്ങളത് തിരിച്ച് അങ്ങനെ ചെയ്താൽ ഞങ്ങളെ മാന്യതയ്ക്ക് അത് ബാധിക്കും എന്നതുകൊണ്ടാണ് ജനാധിപത്യ രീതിയിലേക്ക് ഞങ്ങൾ മാറ്റും. നിങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഇപ്പോൾ നജ്മ തബ്ഷീറ ഒരു ജനപ്രതിനിധി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, താങ്കൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. എന്നിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും ഇങ്ങനെ നിങ്ങളോട്. ബ്ലോക്ക് പ്രസിഡന്റിനൊക്കെ അവർക്ക് അറിയാലോ. ആരായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, സാധാ പൊതു ജനങ്ങൾ ആയിക്കോട്ടെ, ഒരു പൗരനല്ലേ ഞങ്ങള്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊന്നല്ല ഇവിടെ പ്രധാനം. ഒരു പൗരനോട് ചെയ്ത ഒരു ധിക്കാരപരമായ നടപടിയാണ് അയാൾ സ്വീകരിച്ചത്. ഇതിനെതിരെ വകുപ്പ് തല നടപടിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി പോകും. പരാതിക്ക് നടപടി പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ജനപ്രതിനിധികളുടെ നേതൃത്വ സമരം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ യുവജന സംഘടനയെ വിളിച്ച് സമരം ഉണ്ടാവും. ഞങ്ങളുടെ UDF ആലോചിച്ച് അത്തരം പരിപാടിയിലേക്ക് ഞങ്ങൾ പോകും. അപ്പൊ ഈ പരാതി പറയാനെത്തിയ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണ് പോലീസ് സ്റ്റേഷനിൽ? ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാനല്ല, ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് ആർക്കും ഉണ്ടാകാൻ പറ്റാത്ത രീതിയിലുള്ള മോശപ്പെട്ട അനുഭവമാണ് ഉണ്ടായത്. അല്ലേ, ഈ എന്താണ് CI പറയുന്നത്? CI പറഞ്ഞു, ഞാൻ പിന്നെ ഈ സംസാരിക്കാൻ അനുഭവസ്ഥരാണല്ലോ സംസാരിക്കുക. ഒപ്പം ഉണ്ടായിരുന്ന നജ്മ തബ്ഷീറ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാത്രമല്ല, യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. കേരളം അംഗീകരിക്കുന്ന, ഇന്ത്യയിൽ ഒട്ടക്കും ആരാധകരുള്ള ഒരു നല്ല പൊതുപ്രവർത്തക. അവരെയാണ് ഈ CI മുണ്ടരുത് എന്നാണ്. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതറിയില്ല. അയാൾക്ക് തോന്നുന്നുണ്ടാകും ഇത് ചില എന്താണ് പറയാ, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നലോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കിട്ടിയ നിർദ്ദേശമൊക്കെ ഉണ്ടാവും. നിർദ്ദേശം മെയ് മാസം 4-ാം തീയതി വരെ ഉള്ളൂ എന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. അതിനോട് പറയാം. നിങ്ങൾ ഈ പരാതിക്ക് അവര് നടപടി എടുത്തില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുക? നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളോട് വരും. ഈ മങ്കട CIക്ക് അങ്ങാടിപ്പുറത്തിന്റെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സമരത്തിന്റെ ചൂട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾ അറിയിക്കും ഇവിടെ നിന്നിട്ട്. അത് തീരുമാനമായിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഞങ്ങൾ വന്നാൽ അറസ്റ്റ് ചെയ്തേ ഞങ്ങൾ പോകും. അത് ഞങ്ങളെ തീരുമാനമാണ്. ഞങ്ങൾ ഒറ്റക്കൊരു തീരുമാനമല്ല, ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ്. അങ്ങനെ ഒരു CIയുടെ ധിക്കാരത്തിന് മുന്നിൽ മുട്ടിമടക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ഒരു സ്ത്രീകൾക്കെതിരായിട്ട് രാത്രി ഒരു പരാതിയും കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് മെമ്പറും വരുമ്പോ അപ്പൊ നടപടി എടുക്കണം, അപ്പൊ FIR ഇടണം. നിങ്ങൾ അവിടുത്തെ 10 വാചകങ്ങളൊന്ന് പോയി നോക്ക്.
അതിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്താ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതി വന്നാൽ നടപടി എടുക്കണം. അല്ല, എന്നിട്ട് എന്തുകൊണ്ട് അവര് നടപടി? അയാൾക്ക് കിട്ടിയ നിർദ്ദേശമാണ്. അയാൾക്ക് കിട്ടിയ നിർദ്ദേശം എവിടുന്നാണ് എന്ന് ഞങ്ങളല്ല പറയേണ്ടത്. ഞാനതാ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ആ നിർദ്ദേശം മെയ് മാസം 4-ാം തീയതി വരെയുള്ളൂ. കാവൽ മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത് എന്ന് മങ്കട CIക്ക് ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ്. അല്ല, ശരിക്കും കഴിഞ്ഞ ദിവസം തിരൂർക്കാട് എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ വനിതാ പ്രവർത്തകര്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള വനിതകളാണ്. അവരുടെ ബൂത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അത് ബൂത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവർ സ്വബോധത്തിലാണ് പറഞ്ഞു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ അതിനൊരു തെളിവ് വേണമല്ലോ. പക്ഷെ എന്നാലും അങ്ങനെ ആയിരിക്കില്ല. സ്വബോധമുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഭാഷയിലല്ല. 2 സ്ത്രീകളെ, അതും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ 2 സ്ത്രീകളെ അത്രക്ക് മോശപ്പെട്ട ഭാഷയിലാണ് അവർ സംസാരിച്ചത്. അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക, കേസെടുക്കുക, നടപടി എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പറയാണ് തിരൂർക്കാട്ടുകാരെ മുഴുവൻ മൂക്ക് കയറ്റുന്ന ഇയാൾ പറയാണ്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തിരൂർക്കാട്ടുകാരെയും അങ്ങാടിപ്പുറത്തുകാരെയും ഈ മങ്കടക്കാരെയൊന്നും മൂക്ക് കയറ്റാൻ ഒരു CIക്കും കഴിയില്ല എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിന്റെ ദിവസം തിരൂർക്കാടുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ UDFന്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മോശമായി പറയുന്നുവെന്ന് അവർ ആരോപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ അതിൽ ഇടപെടുന്നു. അതിനുശേഷം പിന്നീട് അത് ഇവർ പരാതിയുമായിട്ട് പോലീസ് വിളിക്കുന്നു. അതിനുശേഷം ഇന്നിപ്പോ വന്ന് പരാതി ബോധിപ്പിക്കാൻ വന്നപ്പോൾ അവരോട് CI മോശമായി സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത്. അവസാനം നജ്മ തബ്ഷീറയുടെ മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ, അതായത് അസഭ്യം പറഞ്ഞവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ, ആരോപണം ഉയരുന്നവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടി UDFന്റെ പ്രധാന നേതാക്കൾ നൽകുന്നുണ്ട്. ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna, Malappuram.